ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാന്യമായിട്ട് പൈസ കൊടുക്കുക, തിരിച്ചു പോവുക. അല്ലാതെ ഇമാതിരി നാറിയ പരിപാടിയല്ല ഒരു ഹോട്ടലിൽ വെച്ചിട്ട് കാണിച്ചു കൂട്ടേണ്ടത്. പൈസ ഇല്ലെങ്കിൽ നക്കാൻ നിൽക്കരുത്, വീട്ടിൽ പോയിട്ട് നിങ്ങൾ കഴിക്കുക. അല്ലാതെ കാമുകിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാമുകനും കാമുകിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു. അവസാനം ബില്ല് വന്നപ്പോഴാണ് അവർ ശരിക്കും ഞെട്ടിയത്. അവരുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ പൈസ. അങ്ങനെ വന്നതാണെങ്കിൽ മാന്യമായിട്ട് ആ ക്യാഷറുമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുതരാമെന്നോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വരാമെന്നോ പറഞ്ഞിട്ട് ക്യാഷ് കൊണ്ടുപോയിട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അതിന് പകരം ഈ നാറ് ചെയ്ത് എന്താ അറിയും? നമുക്ക് വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കുക, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ, രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചു, ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. അവസാനം വെയിറ്റർ വന്നിട്ട് എന്ത് ചെയ്തു? ബില്ല് കൊടുത്തു. അതാണ് നിങ്ങൾ കാണുന്നത്, ബില്ല് കൊടുത്തു. ഓപ്പൺ ചെയ്ത് ബില്ല് നോക്കിയ സമയത്ത് അയാളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ ക്യാഷാണ് അല്ലെങ്കിൽ ബില്ലാണ് വന്നത്. ശരിക്കും അയാൾ ഞെട്ടിപ്പോയി. ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവരോട് ഇപ്പോൾ കൊണ്ടുതരാമെന്നോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും മൊബൈൽ ഫോണോ ഒക്കെ അവിടെ വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോകുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കുക ഒക്കെ ചെയ്ത് നമുക്കത് സെറ്റിൽ ചെയ്യാം. അതിന് പകരം ഈ നാറി ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കിയോ. ക്യാഷ് ഇല്ല എന്ന് ഉറപ്പായപ്പോൾ ആ ചങ്ങായി ആ ക്യാഷ് എടുത്ത് നേരെ പോക്കറ്റിലിട്ടിട്ട് ആ കൊടുത്ത ആ പാഡില്ലേ, ആ പാഡ് അങ്ങനെ തന്നെ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ തിരിച്ച് ആ വെയിറ്റർക്ക് കൊടുത്തു, ആ സ്ത്രീക്ക് കൊടുത്തിട്ടോ. സ്വാഭാവികമായിട്ടും ആ സ്ത്രീ എന്താ, ആ സ്റ്റാഫ് എന്താ വിചാരിക്കുക? ഇതിൻ്റെ ഉള്ളിൽ ക്യാഷ് ഉണ്ട്, ബില്ലും ക്യാഷും ഉണ്ട് എന്ന് വിചാരിക്കും. അതെടുത്തു ക്യാഷറിലേക്ക് പോയി. ഇവർ നോക്കുക, ഒന്നും അറിയാത്തതുപോലെ വലിയ ഒരു തെറ്റ് അവർ ചെയ്തത് അവർ പോലും അത്ര കാര്യമാക്കാതെ ഇത്രയും നെറികെട്ട പരിപാടി അവർ ഈ ഹോട്ടലിൽ വെച്ചിട്ട് ചെയ്തു എന്നുള്ള യാതൊരു കൂസലുമില്ലാതെ അവർ അങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റാഫ് വന്നു, തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇതിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. ബില്ല് മാത്രമേ ഉള്ളൂ, നോ ക്യാഷ്. ആ സമയത്ത് ആ ചങ്ങായി പറഞ്ഞതറിയോ? ഞാൻ ക്യാഷ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലും വീണ് പോയതായിരിക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഞാൻ ക്യാഷ് നിങ്ങൾക്ക് തന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ നിമിഷങ്ങൾക്കകം ആ പയ്യൻ നടത്തിയൊരു ഡ്രാമയാണ്. ഉളുപ്പുണ്ടോ ചങ്ങായി? നാക്കിയ പൈസ കൊടുത്തൂടെ അല്ലേ? എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന ചില ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. CCTV കൈയോടെ പിടിച്ചു, അതുകൊണ്ടാണ് പയ്യന് അവിടെ കുടുങ്ങിയത്. CCTVയിൽ പയ്യൻ്റെ ഡ്രാമകളൊക്കെ കൈയോടെ പിടിച്ചല്ലോ. എന്തായാലും അഭിപ്രായം കമൻറ്റായി ടെക്സ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ ഫ്രണ്ട്സ്.